ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ട ചില സാഹചര്യങ്ങൾ ശ്രീ യുവരാജ്, ഇനിയിപ്പോൾ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാറ്റിവെച്ചാൽ ഒന്ന് ബി.ജെ.പിയുടെ എം പിമാരാണല്ലോ, ബി.ജെ.പിയുടെ NDAയുടെ എം പിമാരാണ് രാജ്യത്ത് കൂടുതൽ. എം പിമാർക്ക് അവരവരുടെ സീറ്റുകളിൽ നേരിടുന്ന ആന്റി ഇൻകംബൻസി അത് പല നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലും സൂചിപ്പിക്കപ്പെടുന്ന ഘടകമാണ്. ഇതൊരു സിംഗിൾ ഇമോട്ടീവ് ഇഷ്യൂ ഇല്ലാത്ത ഒരു തരംഗമില്ലാത്ത തെരഞ്ഞെടുപ്പാണ്. 2014 ചേഞ്ചിന് വേണ്ടിയുള്ള മോദി തരംഗം ഉണ്ടായിരുന്നു. 2019 നാഷണലിസത്തിന്റെ ഹൈപ്പർ നാഷണലിസത്തിന്റെ തരംഗം ഉണ്ടായിരുന്നു പുൽവാമ ബലാക്കോട്ട് പശ്ചാത്തലത്തിൽ. ഇത്തവണ ഒരു തരംഗമില്ല. അപ്പോൾ തരംഗമില്ലാത്ത തെരഞ്ഞെടുപ്പുകൾ കൂടുതലായും മണ്ഡലങ്ങളിലാണ് ഫൈറ്റ് ചെയ്യപ്പെടുക. ആ മണ്ഡലങ്ങളിൽ ഫൈറ്റ് ചെയ്യുന്ന തെരഞ്ഞെടുപ്പിൽ നോക്കൂ, ഒന്ന് ആന്റി ഇൻകംബൻസി ഫാക്ടർ എം പിമാർ നേരിടുന്നു എന്ന വസ്തുത, സംസ്ഥാനങ്ങളിലെ ഇഷ്യൂസ് പ്രധാനപ്പെട്ടതാവുന്നു എന്ന രാഷ്ട്രീയ സാഹചര്യം. ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ RSS പ്രചരണ രംഗത്ത് സജീവമായില്ല. RSSകാർ ബി.ജെ.പിക്ക് വോട്ട് ചെയ്യില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇത്തവണ ഞങ്ങൾ അങ്ങനെ സജീവമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ട സാഹചര്യമില്ല എന്ന് രാം മാധവ് തന്നെ ഒരു ഇന്റർവ്യൂവിൽ, ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്ത ഇന്റർവ്യൂവിൽ വിശദീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം കൂടി പ്രവർത്തിക്കുമ്പോൾ ഇനി ഒരു പൊളിറ്റിക്കൽ കറണ്ട് ഇല്ലാതെ തന്നെ സ്വാഭാവികമായും സീറ്റ് കുറയാനുള്ള ഒരു സാഹചര്യം വരികയല്ലേ? അഭിലാഷ്, എനിക്ക് ഒരു തരത്തിൽ സന്തോഷമുണ്ട്. കാരണം ഇവിടെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധിയാകട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകനായിരുന്ന അദ്ദേഹം ആവട്ടെ, ഇവരെല്ലാവരും വളരെ കാര്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ രാമക്ഷേത്രം ഒരു വിഷയമാക്കി ബി.ജെ.പിക്ക് മാറ്റാൻ സാധിച്ചില്ല, വേണ്ട, രാമക്ഷേത്രം ആയിരുന്നില്ലല്ലോ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലെ വിഷയം എന്ന് പറയുന്നത്. അവർ പറയുന്നത് വികസനവും എന്താണ് ആൾക്കാരുടെ ജീവൽ പ്രശ്നങ്ങളുമാണ് അവർ താഴെത്തട്ടിൽ ചർച്ച ചെയ്തത് എന്നാണ് അവർ പറയുന്നത്. എനിക്ക് പറയാനുള്ളത് ജൂൺ 4-ാം തീയതി വോട്ട് എണ്ണിക്കഴിയുന്ന സമയത്ത് നിങ്ങൾ ഇതൊക്കെ തന്നെ പറയണം എന്നുള്ളതാണ്. കാരണം ഞങ്ങളും ആഗ്രഹിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. നിങ്ങൾ ഈ ബേസിലാണ് ഇന്ത്യയിൽ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പ് നേരിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഇവിടുത്തെ പ്രതിപക്ഷവും ഇവിടുത്തെ മാധ്യമപ്രവർത്തകരും എല്ലാവരും പറയണം എന്നുള്ളതാണ്. കാരണം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ വർഗീയത പറഞ്ഞാണ് ജയിച്ചത്, നിങ്ങൾ രാമക്ഷേത്രം ഉയർത്തിയാണ് ജയിച്ചത്, നിങ്ങൾ മറ്റൊരു തരംഗത്തിൻ്റെ പുറത്താണ് ജയിച്ചത്, ഇങ്ങനെ നമ്മുടെ വിജയത്തിനെ ക്യാൻസൽ ചെയ്ത് കളയുന്ന തലത്തിലുള്ള പ്രസ്താവനകൾ ഉണ്ടാകില്ല എന്നുള്ള കാര്യത്തിൽ വലിയ സന്തോഷം തോന്നുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ ദിവാസ്വപ്നം കാണുന്നതിന് ഇപ്പോൾ ആർക്കും പ്രത്യേകിച്ച് ടാക്സ് ഒന്നും കൊടുക്കേണ്ടുന്ന കാര്യം നമ്മുടെ നാട്ടിലില്ലല്ലോ. ഇപ്പോൾ കേരളത്തിൽ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ടാക്സ് കൊണ്ടുവരുമെന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും ശരി തന്നെയാണ്, രാജ്യത്ത് ആകമാനത്തിൽ ദിവാസ്വപ്നം കാണുന്നതിന് പ്രത്യേകിച്ച് ടാക്സ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് എല്ലാവർക്കും കാണാവുന്നതാണ്. 60 സീറ്റ് കുറയും, 70 സീറ്റ് കുറയും. റിയലിസ്റ്റിക്കലി നമ്മൾ ഈ കണക്കുകളൊന്നും തള്ളിക്കളയുന്നില്ല. താഴെത്തട്ടിൽ എം പിമാർക്കെതിരായിട്ട് ആൻറ്റി ഇൻകംബൻസി ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനെ എല്ലാത്തിനെയും മറികടക്കുന്ന തലത്തിലുള്ള ഒരു നരേന്ദ്രമോദി വേവ്, ഒരു പ്രോ നാഷണലിസ്റ്റ് വേവ് ഇപ്പോഴും രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഒരു വസ്തുതയാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു RSSുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാർ 120 പേര് മത്സരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. RSS എന്ന് നിങ്ങൾ എന്താണ് RSSനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. RSSന് ഒരുപാട് പരിവാർ പ്രസ്ഥാനങ്ങളുണ്ട്. RSSനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കേഡറുണ്ട്. അത് RSSലേക്ക് ഡയറക്റ്റ്ലി വരുന്നത് തന്നെ ആവണമെന്നില്ല. ഇപ്പോൾ നിലവിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരിച്ചു. അദ്ദേഹം RSSന്റെ ഏത് ശാഖയിൽ പോയിട്ടാണ് ബി.ജെ.പിക്ക് വേണ്ടിയിട്ട് മത്സരിച്ചിരിക്കുന്നത്? അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇവിടെ RSSകാരും വർക്ക് ചെയ്തില്ല എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? RSSന് അദ്ദേഹവുമായിട്ട് എന്തെങ്കിലും ഡിസ്കണക്ട് ഉണ്ടായിരുന്നു എന്നാണോ പറഞ്ഞു വരുന്നത്? രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം ഏത് RSSന്റെ ശാഖയിൽ പോയിട്ടാണ് ബി.ജെ.പിയിലേക്ക് വന്നത്? ഇപ്പോൾ തമിഴ്നാട് പ്രസിഡന്റായിട്ടുള്ള അണ്ണാമലൈ, അദ്ദേഹം RSSന്റെ ശാഖയിൽ പോയിട്ടോ ഏതെങ്കിലും പരിവാർ പ്രസ്ഥാനങ്ങൾ വഴിയാണോ ബി.ജെ.പിയിലേക്ക് വന്നത്? അദ്ദേഹവുമായിട്ട് എന്ത് ഡിസ്കണക്റ്റ് ആണുള്ളത്? അദ്ദേഹത്തിനെ സ്വന്തം ലീഡറായിട്ട് എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് എത്രയോ കാര്യമായിട്ട് നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ RSSലേക്ക് അല്ലെങ്കിൽ അതൊരു പരിവാറാണ്, അതൊരു ഫാമിലിയാണ്. പല തരത്തിലേക്ക് കഴിയുമോ യുവരാജ്? ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ബി.ജെ.പി ഒരു ഐഡിയോളജിക്കൽ പാർട്ടിയാണ്, ഹിന്ദുത്വയാണ് ബി.ജെ.പിയുടെ ഐഡിയോളജി. പല ആയാറാമുമാർ വന്നു, ഒരുപാട് പേർ പല പാർട്ടികളിൽ നിന്ന് വന്നു ചേർന്നു, അവർക്കൊക്കെ പരിഗണനയും സീറ്റും ഒക്കെ കൊടുത്തു. അപ്പോൾ ഐഡിയോളജി ഡൈല്യൂട്ടഡ് ആയി, ഇതൊരു ആൾക്കൂട്ടമായി. ഇപ്പോൾ കോൺഗ്രസിനെ ആൾക്കൂട്ട പാർട്ടി എന്നൊക്കെ വിളിക്കാറുണ്ട്. ബി.ജെ.പി പക്ഷേ ഒരു ഐഡിയോളജിക്കൽ പാർട്ടിയായിരുന്നു. അതിലിങ്ങനെ ഒരുപാട് പേർ വന്ന്, അതിൽ അഴിമതിക്കാരുണ്ട്, അതിൽ ഈ പരിവാർവാദക്കാരുണ്ട്. അപ്പോൾ അഴിമതിയും നെപ്പോട്ടിസവും ഒക്കെ സാംശീകരിച്ചു ബി.ജെ.പി എന്നുള്ളത് ഒരു ഐഡിയോളജിക്കൽ ഇഷ്യൂ ആയി RSSന്റെ കേഡർമാർക്ക് തോന്നാം. അങ്ങനെ ചില റിസെന്റ്മെന്റ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നിസ്സാരമായി കാണണ്ട. ഇതൊരു സമുദ്രമാണ് അഭിലാഷ്, ഇതൊരു സമുദ്രമാണ്. ഇതിനകത്തേക്ക് ഒരുപാട് നദികൾ വന്ന് ചേരുന്നുണ്ട്. സമുദ്രത്തിൽ വന്ന് ചേർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇതെല്ലാം സമുദ്രത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഇതിനകത്ത് ഏത് നദിയാണ്, ഏത് ചാലാണ്, ഏതാണ് എന്നൊന്നുമില്ല. ഇതിനകത്ത് വന്ന് ചേർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒന്ന് തന്നെയാണ്. നമുക്കതിനെ സ്വാംശീകരിച്ചെടുക്കാൻ അറിയാം, നമുക്കതിനെ ശുദ്ധീകരിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് അറിയാം. കടൽ വെള്ളം എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം പവിത്രമായിട്ട് കാണുന്ന ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെയാണ് വന്ന് ചേരട്ടെന്നേ. വന്ന് ചേരുന്നവരിൽ പല തരത്തിലുള്ള ആൾക്കാരുണ്ടാവും. ഇതിനകത്ത് പല തരത്തിൽ നോക്കൂ. ഇതിനകത്ത് ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് വരുന്ന കോൺഗ്രസിൽ നിന്ന് ഒരുപാട് ലീഡേഴ്സ് നമ്മളിലേക്ക് വന്നിട്ടുണ്ട്. ഈ വരുന്ന എല്ലാവരെ കുറിച്ചിട്ടും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാശ് കൊടുത്ത് കൊണ്ടുവരുന്നു എന്നുള്ള തലത്തിലേക്കാണ് ആരോപിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലരോടും സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു വിഷയമുണ്ട്. അത് ഇപ്പോൾ ലീഡേഴ്സിൻ്റെ കാര്യം ഓക്കെ, നിങ്ങൾ അങ്ങനെ പറയൂ. ഇവിടെ വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ്,
ഇപ്പോൾ കേരളത്തിൽ പോലും BJPക്ക് 2004-ലോ 2000-ലോ കിട്ടിക്കൊണ്ടിരുന്ന വോട്ടാണോ 2016-ൽ 2021-ൽ 24-ലൊക്കെ കിട്ടുന്നത്? അല്ലല്ലോ, എത്രയോ കൂടുന്നു. ഞങ്ങൾ എന്താ ബംഗാളിൽ നിന്നോ ബീഹാറിൽ നിന്നോ UP നിന്നോ കൊണ്ടുവന്ന വോട്ടേഴ്സാണോ? ഇവിടെയുള്ള വോട്ടേഴ്സ് തന്നെയല്ലേ നമ്മുടെ വോട്ടേഴ്സായിട്ട് മാറുന്നത്. എന്തുകൊണ്ടാണ്? കോൺഗ്രസ് ആയിരുന്നു ഇന്ത്യയിലെ നാഷണലിസം എന്ന് പറയുന്ന ഒരു ഐഡിയോളജിയുടെ മുഖമായിട്ട് നിന്നിരുന്ന രാഷ്ട്രീയ പാർട്ടി. കോൺഗ്രസ് അതിനെ ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. അതിനെ ഡൈല്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നിൽക്കുന്ന ദേശീയവാദികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ എവിടെയാണ് പോവുക? അവർക്ക് വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് BJP ആണ്. അവസാന കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ തലമുതിർന്ന നേതാക്കളിൽ ഒരാളായിരുന്ന പ്രണബ് മുഖർജി വരെ RSSന്റെ കാര്യാലയത്തിലെത്തുകയും നാഗ്പൂരിൽ കാര്യാലയത്തിലെത്തുകയും RSSന്റെ സ്ഥാപകനായിട്ടുള്ള ഡോക്ടർ ജിയുടെ സ്മൃതി മന്ദിരത്തിൽ വന്ന് പുഷ്പങ്ങൾ അർപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായില്ലേ? അപ്പോൾ അത് ഒരു നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അതൊരു ഐഡിയോളജിക്കൽ ഇഷ്യൂ കൂടിയാണ്. നാഷണലിസം എന്ന് പറയുന്ന ഒരു കോർ ഐഡിയോളജിയിൽ കോൺഗ്രസ് കോംപ്രമൈസ് ചെയ്യുന്നു എന്ന് അതിന്റെ കേഡേഴ്സിന് അല്ലെങ്കിൽ അതിന്റെ വർക്കേഴ്സിന് അതിന്റെ ലീഡേഴ്സിന് തോന്നുന്നിടത്ത്, അതിന്റെ വോട്ടേഴ്സിന് തോന്നുന്നിടത്ത് അവർ സ്വാഭാവികമായിട്ട് BJPയിലേക്ക് സ്വിച്ച് ചെയ്യപ്പെടുന്നുണ്ട്. അതിനിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതിപ്പോ വരുന്നവരിൽ പലരുണ്ടാവും. അതുണ്ടാവട്ടെ, അത് നമുക്ക് നോക്കാം. ശരി, ഓക്കെ.